മങ്ങാട് ചർച്ചിലാണ്. അത് ആദ്യമേ തന്നെ നമ്മൾ ഈ മണി കണ്ടിട്ടാണ് മണിയാണ് തൂക്കിയിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറാം. അപ്പുറത്തെ സൈഡിൽ മണി ഇവിടെ ഒക്കെ ഭയങ്കരമായിട്ട് നല്ല അടിപൊളി ഇട്ട് വെച്ചിട്ടുണ്ട്. ശരിക്കും ഇവിടെ കാണേണ്ട സംഭവമാണ്. അപ്പൊ ആദ്യമേ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാൻ പോകുന്നത് ആദ്യ മാതാപിതാക്കളെയാണ്. ഇവിടെ ആദ്യമേ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് നമ്മുടെ ആദ്യ മാതാപിതാക്കളെ, അവരുടെ രൂപങ്ങൾ, ഭാവങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്. നോക്കൂ ഗൈസ്, എന്ത് മനോഹരമായിട്ടാണ് ആദത്തിനെയും അവയെയും ചിത്രീകരിച്ചിരിക്കുന്നത്. വളരെ അമേസിംഗ് ആയിട്ട് ഒരു ഏതൻ തോട്ടം തന്നെ ഈ ഒരു യൂണിറ്റുകാരെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ ഓരോ വ്യത്യസ്തമായിട്ടാണ് ഓരോ യൂണിറ്റുകാർ ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ക്രിസ്മസ് സ്പെഷ്യലാണ്, കാണേണ്ടത് തന്നെയാണ്. ആദത്തിനെയും അവയും രാത്രി കാണുമ്പോൾ കുറച്ചുകൂടി ഇതാവുള്ളൂ കേട്ടോ ഭംഗി. സെറ്റ് ചെയ്ത് അതിനപ്പുറത്ത് മംഗളവാർത്ത കാലം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച് നോക്കുന്നത് നമ്മുടെ സെൻറ് മേരീസ് യൂണിറ്റുകാരാണ്. വളരെ നല്ല രസമുണ്ടല്ലേ. പരിശുദ്ധ കന്യകാമറിയവും മാലാഖ വന്നിട്ട് പറയാണ്, മംഗളവാർത്ത അറിയിക്കുകയാണ്. വളരെ മനോഹരമായിരിക്കുന്ന ഒരു മംഗളവാർത്ത കാലമാണിത് ഈ കാണുന്നത്. ഇനി നമുക്ക് ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ ഗിഫ്റ്റും കൊണ്ട് പോകുന്നത് കാണാം. അവിടെ നോക്കുക, ഗിഫ്റ്റും കൊണ്ടാവുക. ഗിഫ്റ്റ് ഒരു ക്രിസ്മസിന്റെ ഒരു സ്പെഷ്യലായി ഗിഫ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം എന്താ ഇവിടെ ഇപ്പുറത്തെ സൈഡില് വിവിധ യൂണിറ്റ് അബ്രാഹത്തിന്റെ ബലിയാണ് കാണിച്ചിട്ടുള്ളത്. അബ്രാഹത്തിന്റെ ബലി, അബ്രാഹം തന്റെ സ്വപുത്രനെ ബലി കഴിപ്പിക്കുന്നത്. അതിനുശേഷം ഇപ്പുറത്ത് നമ്മുടെ ഹെറോദോസ് രാജാവ്, ഇവിടെ ഹെറോദോസ് രാജാവിനെ ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഹെറോദോസ് രാജാവാണ് നല്ല ഭംഗിയില് മാലയും വളയും ഇട്ടിട്ടില്ല അല്ലെ? ഇല്ല, നല്ല ഭംഗിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് ഹെറോദോസ് രാജാവ്. ക്യാമറ നേരെ പിടിക്കുക, അങ്ങനെയല്ല, അങ്ങനെ പിടിച്ചിട്ട് എടുത്താൽ മതി. ചേച്ചിക്ക് എടുത്തൂടെ? ഇത് ഏതാ രംഗമെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും സമരിയക്കാരുടെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഈ രംഗട്ടോ. ഇത് എനിക്ക് വ്യക്തമായില്ല. എൻ്റെ ഉള്ളിൽ കൂടൊക്കെ ഉണ്ട്. അതെ, അങ്ങനെ നമുക്ക് അടുത്തേക്ക് പോവാം. ഇതാണ് സക്രിയയുടെ ധൂപാർപ്പണമാണ്. കുറെ വ്യക്തികൾ നിൽക്കുന്നു. ഇത് സക്രിയ ധൂപർപ്പിക്കുകയാണ്. ദൈവത്തിന് മുമ്പിലാണ് തോന്നുന്നത്. ചെറുപുഷ്പം യൂണിറ്റുകാരാണ് സെറ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം ഇവിടെ ക്രിസ്മസിന്റെ ഒരുക്കം, ഇവിടുത്തെ കുറെ സംഭവങ്ങൾ. എന്താണ് ക്രിസ്മസിന്റെ സംഭവങ്ങൾ? ക്രിസ്മസ് കാർഡ് എങ്ങനെ ആദ്യമായി ക്രിസ്മസ് കാർഡ് രൂപകൽപ്പന ചെയ്തത് ഹാൻഡി കോളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്രിസ്മസ് കാർഡിനെ പറ്റിയിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറെ റീത്തുകൾ വെച്ചിട്ടുണ്ട്. ചെണ്ടയുടെ, മണിയുടെ പല മോഡല് റീത്തുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെ ക്രിസ്മസിന്റെ കാൻഡിൽസ്, മെഴുകുതിരിയെ പറ്റിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്തിനാണ് ക്രിസ്മസിന്റെ പ്രതീകമായ കാൻഡിൽസ്? വിളക്കുകൾ ആകാശത്തിലല്ലാതെ നക്ഷത്രങ്ങളെ സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും ഒട്ടേറെ യൂറോപ്യൻ രാജ്യക്കാർ ക്രിസ്മസ് ആഘോഷങ്ങളെ സൂചിപ്പിക്കാൻ മെഴുകുതിരികൾ ഉപയോഗിക്കും.
ഇവിടെ കുറെ ചെടിച്ചട്ടികളൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്ത ഒരു അമേസിംഗ്. പിന്നെ അവിടെ ഒരു ട്രീ വന്നിട്ടുണ്ട്. വലിയൊരു ട്രീ ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടെ സമ്മാന പെട്ടികള് അമേസിംഗ് ആയിട്ട് അവിടെ മെഴുകുതിരിയുടെ പ്രതീകമായിട്ട് വലിയൊരു മെഴുകുതിരിയുടെ പോലത്തെ കുറെ ബോക്സ് ഇവിടെ അമേസിംഗ്. ഇവിടെ നമ്മൾ ഉണ്ടാക്കിയ പോലത്തെ ഒരു അടിപൊളി സംഭവമായിരിക്കുന്നത്. അതേലോ സ്നോമാൻ. യൂറോപ്യൻ രാജ്യങ്ങളിൽ പണ്ട് മുതലേ ക്രിസ്മസ് അലങ്കാരങ്ങൾ പ്രധാനമായി സ്നോമാനെ ഉപയോഗിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലാണ് പ്രധാനമായി നമ്മുടെ പിന്നെ അവിടെ ഇതൊക്കെ കിടക്കുന്നുണ്ട്. അമേസിംഗ്. സോമേനെ കണ്ടില്ലേ? നമുക്ക് ഇവിടെ അത് ദൂരെ കുറെ അവിടെ കുറെ കണ്ട മങ്കികളൊക്കെ ഇരിക്കുന്നുണ്ട്. കുറെ മങ്കികളൊക്കെ ഡെക്കറേഷൻ വെച്ച്. ഇവിടെ അമേസിംഗ് ആയിട്ടൊരു മണിയെ പറ്റി പറയുന്നത്. മണി ഇവിടെ ഒരു അമേസിംഗ് മണി, കാത്തിരിപ്പിന്റെ സന്തോഷം, അതുപോലെ ക്രിസ്മസ് കാലഘട്ടത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ഒരു മണിയുടെ മുഴങ്ങുന്ന കാര്യത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇതാണ് നമ്മുടെ വിമോചകനായ മോശയാണ് അവിടെ നിൽക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ ഗൈസ്? അതാണ് നമ്മുടെ വിമോചകനായ മോശ മലയുടെ മുകളിലാണ് നിൽക്കണേ തോന്നുന്നു. അതാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെന്റ് ജോസഫ് യൂണിറ്റ് ആണ് കേട്ടോ. മോശ സൂപ്പർ ആക്കി. പിന്നെ മലയുടെ മുകളിലൊക്കെ. പിന്നെ ഇവിടെ ഒരു ഗുഗ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വരമ്പ് പോലെ യേശുവിന്റെ പോലെ കാണുന്നുണ്ട്. ഇതാണ് ദാവീദ് രാജാവ്. ആ കാണുന്നതാണ് ദാവീദ് രാജാവ്. ഇത് യേശുവാന്ന് തോന്നുന്നു. ഇപ്പുറത്തുള്ളത് യേശുവാന്ന് തോന്നുന്നു. അമേസിംഗ് ആയിട്ടുണ്ട്. ദാവീദ് രാജാവിനെയാണ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. നല്ല ഭംഗിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് വയലിൻ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വയലിരിക്കുന്നത്. ഇവിടെ കുറെ ഒരു മരം ഉണ്ട്. ക്രിസ്മസ് ട്രീ അവർ സെറ്റ് ചെയ്ത് വെച്ച് നോക്കണതാണ്. ഞാനതിന് മരം കണ്ടത്. ഒട്ടകൊക്കെ കണ്ടു. ഒട്ടകം കാണാൻ ഞാൻ കണ്ടില്ല ഒട്ടകം നേരത്തെ. നമ്മുടെ ഉണ്ണീശോയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ണീശോയുടെ ജനനം അറിഞ്ഞ ആ ഒരു സന്തോഷത്തിന്റെ പ്രതീകമായിട്ട് ഉണ്ണീശോയ്ക്ക് പൊന്ന്, മീറ, കുന്തിരിക്കം എന്നിവ പൂജരാജാക്കന്മാര് കാഴ്ചവെക്കുവാനായി പോകുന്നു. അതും അവിടെ നക്ഷത്രം കണ്ടു. അവിടെ കാഴ്ച കൊടുക്കണ്ട. അവിടെ ഇതേ ചിത്രം തന്നെ ബാക്കിൽ അവര് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഒട്ടകം. നല്ല ഭംഗി. രാത്രി ഇവിടെ ലൈറ്റൊക്കെ കത്തിച്ചു വെക്കും 3 രാജാക്കന്മാര്. ഇത് നമ്മുടെ ഒട്ടകം. ഇതാണ് കേട്ടോ. അടുത്ത് നമ്മുടെ ചേച്ചി അവിടെ പോയി നിൽക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ദേവാലയത്തില് ഉണ്ണീശോയെ കാഴ്ച സമർപ്പിക്കുന്നതാണ്. അത് ഒരു രഹസ്യത്തിലുണ്ട്. നമ്മുടെ ദേവാലയത്തിലാണ് ഉണ്ണീശോയെ കാഴ്ച സമർപ്പിക്കുന്നത്. വീട് അവിടെ എത്തിയിട്ടില്ല. ഉണ്ണീശോ ദേവാലയത്തിൽ കാഴ്ച വെക്കുന്നത്. അതാണ് ഇത് കാണിച്ചെടുക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡില് കുറച്ച് വീടുകൾ കാണിക്കുന്നുണ്ട്. ഇവിടെ സോമേനെ വെച്ചിട്ടുണ്ട്. ഇത് വീണ്ടും ഒരു വഴിയാണ് ഗൈസ്. സോമാനായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. ചിരിച്ചേ. ഓക്കെ സോമാനായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. വെൽക്കം. ഓക്കെ കളിക്കാൻ സാധനങ്ങൾ. ഞാൻ കളിക്കാൻ പോവാ. കേറിക്കാ. ഇവിടെ ഗുഹേരുള്ളിൽ ചേച്ചി വന്നിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ പേപ്പറാട്ടോ. പിന്നെ ഇവിടെ ഒരു ബൈക്ക് ഉണ്ട്. ഇരുന്നോ? ഞാൻ ഇരിക്കില്ല, വെറുതെ അങ്ങനെ നിക്കാം. ഞാൻ ഇരിക്കില്ല, പിന്നെ ഇരുന്ന. ഓക്കെ. ഹലോ ഗൈസ്, നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ
ഗാർഡൻ കഴിഞ്ഞിട്ടാ വളരെ അമേസിങ് ആയി ഗാർഡൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ണി കുളത്തിലേക്ക് നോക്കുകയാണ്. അമേസിങ്. ഇവിടെ വെള്ളത്തിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാടാൻ പോവുകയാണെന്നൊക്കെയാണ് പറയാം. ഇപ്പുറത്ത് അതെ കുറച്ച് വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമേസിങ് ആയിട്ട് നടക്കുന്നു. വേണ്ട നീ ഇനി ഞങ്ങളിതാ ഇപ്പുറത്തതാ എന്തോ ഒരു അമേസിങ് സംഭവം കാണാനായിട്ട് പോവുകയാണ്. ഇവിടെ എന്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ കോട്ടയൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളമുണ്ട്, വഞ്ചി പോകുന്നുണ്ട്. വഞ്ചി ഇതെന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല. ടോയ് ഷോ അമേസിങ്. പിന്നെ ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ബലൂണൊക്കെ ഇട്ടുണ്ടായിരുന്നില്ല, ചുരുങ്ങിപ്പോയി. ഇവിടെ കോടയൊക്കെ വെച്ചിട്ടുണ്ട് പണ്ടത്തെ. പിന്നെ കോടയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ മെറി ക്രിസ്മസ് എഴുതിയിട്ട് ഇവിടെ കുറെ ഫോട്ടോസ് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് സമ്മാനം എടുക്കാം. സമ്മാനം ഒന്ന് തൊട്ട് നോക്കി വെക്കാം. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. അട്ടപ്പെട്ടിയാണ്. നിന്ന് ഫോട്ടോ എടുക്കാം. ആ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഗിഫ്റ്റ് കൈപിടിച്ച് കൊടുക്കാം. അതുപോലെ നമ്മുടെ ഇതില് കാലിത്തൊഴുത്താണ്. അതേപോലെ തന്നെ ബൈബിൾ പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ഒരുവിധം കാലിത്തൊഴുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അമേസിങ്. അതൊക്കെ കാണാം. താറാവും മുയലൊക്കെ ഉണ്ട് കേട്ടോ. താറാവ് മുയൽ, നമുക്ക് മുയലിനെ തൊട്ടാക്കി. ഒരു കാലിത്തൊഴുത്തിൽ കയറാനായിട്ട് അവർ ചവിട്ടുപടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരിക്കാനുള്ള സാമഗ്രികളൊക്കെ ഉണ്ട്. അവിടെ ഇരിക്കാനൊക്കെ പറ്റും. കാലിത്തൊഴുത്ത് കണ്ടില്ലേ? ഇനി നമുക്ക് അടുത്ത് പോകാം. ഇപ്പോഴത്തെ ആശ്രയമാരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും എന്നാണ് പറയുന്നത്. കയറാനൊന്നും പറ്റില്ല. ഒന്നെനിക്ക് ഇത് കയറാൻ പറ്റും. ഇവിടെ ഇത് തുറന്നു വെച്ചിട്ട് തുറന്നു വെച്ചിട്ട് കാണാൻ വേണ്ടിട്ട് കയറാനല്ല. ആട്ടിടയന്മാര് കുറെ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗുഹ എന്തൊക്കെയോ എന്താ അസ്ഥാക്കുന്നുണ്ട് തോന്നുന്നു. ഇതിപ്പോ ഒരിക്കലും വലിയൊരു ഗുഹയാണ് വെച്ചിരിക്കുന്നത്. ഈ ഗുഹയുടെ ഉള്ളിൽ കൂടെ നമുക്ക് പോയി നോക്കാം എന്താ സംഭവിച്ചത്. അയ്യോ അയ്യോ ചേച്ചിനെ കാണാനില്ല. ആ ഇങ്ങനെ ഉണ്ടല്ലേ ചേച്ചി. ക്യാമറമാൻ അതിനെ പിടിച്ചോണ്ട് പോവാ. വലിയ ഗുഹ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ചവിട്ടിപ്പടിയാണ്. ഇതാണ് നമ്മുടെ ഗുഹ കേട്ടോ. പിന്നെ ഇവിടെ മുന്തിരിത്തോട്ടുണ്ട്. വളരെയധികം നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് മുന്തിരി തോട്ടം.